റാം നാരായൺ റാം. ഒരു മെസഞ്ചർ ആത്മീയ ശക്തിയിലൂടെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ അറിഞ്ഞാൽ അതിശയിച്ചു പോകും. 4-5 വയസ്സു മുതൽ അവൻ എങ്ങനെ വരികയാണെന്ന് പറയുമ്പോൾ കുറച്ച് എങ്കിലും മനസ്സിലാക്കാം. നാം എല്ലാവരും യാത്രക്കാരെ പോലെയാണ് നടക്കുന്നത്. അതുകൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് ഒരു ഭക്തനുണ്ട്. ജപം ചെയ്യുന്നതിനിടെ എത്ര കലശങ്ങൾ നിറച്ചിരിക്കുന്നു. ഫാക്ടോറിയൽ. അവൻ ഓരോ 100 ജപത്തിനും ഒരു ധാന്യക്കുരു വയ്ക്കുന്നു. 24 മണിക്കൂറും ജപം ചെയ്യുന്നത് തുടരുന്നു. ഇപ്പോൾ അവൻ്റെ മായിക പരിച്ഛദം നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ജപം ചെയ്യുമ്പോൾ സമുദ്രതീരത്തിലെ തിരകളെ കാണുന്നു. അവനത് കാണുന്നു. ഒരാൾ മുങ്ങി മരിക്കുന്നു. പെട്ടെന്ന് എങ്ങോ തീ പിടിച്ചു. അത് അവൻ അണച്ചു. 30-40 മൈൽ അകലെ എന്ത് സംഭവിക്കുന്നു എന്നതും അവൻ മനസ്സിലാക്കുന്നു. അവൻ വിചാരിക്കുന്നു, എൻ്റെ മനസ്സിൽ പ്രശ്നമൊന്നുമുണ്ടാകിയോ? പക്ഷേ പിന്നീട് മനസ്സിലാകുന്നു, എല്ലാം ശരിയാണ്. മനസ്സാണ് അങ്ങുമിങ്ങും സഞ്ചരിക്കുന്നത്. ഒരു ദിവസം അവൻ ശ്മശാനത്തിൽ നിന്ന് മരക്കൊമ്പ് കൊണ്ടുവന്നു. അമ്മ സന്തോഷമായിരുന്നതാണ്. പക്ഷേ 2 മണിക്കൂറിനുള്ളിൽ മരണമുണ്ടായി. പെട്ടെന്ന് പറഞ്ഞു, 3 പേർ വരുന്നു. നീ ആഹാരം ഒരുക്കുന്നില്ലേ? പിന്നെ അത് മറന്നു. കുറച്ചു കഴിഞ്ഞ് കാണുന്നു, ചേട്ടന്മാർ, അമ്മാവന്മാർ എല്ലാവരും വന്നിരിക്കുന്നു. അവൻ കുമില്ല എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എഴുതിയിരുന്നു, ഞാൻ വരും, നോക്കിക്കോളൂ. ഇങ്ങനെ ദിവസേന 7-8 മണിക്കൂർ വരെ ഇതുപോലെയുള്ള അവസ്ഥ തുടരുമാണ്. അവൻ എന്നോട് ചോദിച്ചു, ഞാൻ പൈതൃകമായി പോകുമോ? ഞാൻ പറഞ്ഞു, നിനക്ക് സ്വപ്നത്തിൽ എല്ലാം മനസ്സിലാകും. അവനെ ഞാൻ അവൻ്റെ സ്വപ്നവുമായി ചേർത്ത് ഇട്ടിട്ടുണ്ട്.